സംസ്ഥാനത്തെ വെളിച്ചെണ്ണ വിലയും നാളികേര വിലയും അനുദിനം ഉയരുമ്പോൾ അതിന്റെ ഗുണം ലഭിക്കാതെ ദുരിതത്തിലാണ് പാലക്കാട്ടെ കേര കർഷകർ. തെങ്ങുകളിൽ കാറ്റുവീഴ്ച എന്ന രോഗം പിടിപെട്ടതോടെ ഉൽപ്പാദനം തീരെയില്ലാത്ത അവസ്ഥയാണ്. കൃഷിഭവനിലും മറ്റുമെല്ലാം അറിയിച്ചിട്ടും രോഗബാധ തടയുന്നതിന് യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നും കർഷകർ പറയുന്നു. സംസ്ഥാനത്ത് 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില 500 രൂപ കടന്നു. നാളികേരത്തിനാണെങ്കിൽ കിലോയ്ക്ക് 80 രൂപ വരെയാണ് വിപണിയിലെ വില. എന്നാൽ സമീപകാലത്തെ ഏറ്റവും വലിയ വിലവർധനവുണ്ടായിട്ടും അതിന്റെ ഗുണം ലഭിക്കാത്ത അവസ്ഥയിലാണ് പാലക്കാട്ടെ നാളികേര കർഷകർ. തെങ്ങിനെ പിടിപെട്ട കാറ്റുവീഴ്ചയെന്ന രോഗമാണ് കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ഓല പഴുത്ത് ഉണങ്ങി കായകളില്ലാതെ കൂമ്പ് മുഴുവൻ കരിഞ്ഞു പോകുന്നതാണ് രോഗം. കേരള ലീഫ് വിൽട്ട് എന്ന് പറയുന്നുണ്ട്. കേരള ലീഫ് വിൽട്ടിനാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഇത് മലയാളത്തിൽ പറഞ്ഞാൽ കാറ്റ് വീഴ്ചയാണ് പറയുന്നത്. ഈ അസുഖം വന്ന് 2012-13 കാലഘട്ടത്തിലാണ് ഇവിടെ വന്നത്, നമ്മുടെ ഭാഗത്ത് വന്നത്. പക്ഷെ അന്ന് തൊട്ട് ഇതുവരെ തേങ്ങ ഫുള്ളായി സ്പ്രെഡായി. ജില്ലയുടെ കിഴക്കൻ മേഖലയായ കൊഴിഞ്ഞാമ്പാറ, ചിറ്റൂർ, വടകരപ്പതി തുടങ്ങിയ പ്രദേശങ്ങളിലെ തോട്ടങ്ങളിലാണ് അധികവും രോഗബാധ കാണുന്നത്. പലയിടത്തും ഉൽപാദനം 4-1 കുറഞ്ഞു. പക്ഷെ ഇന്ന് തേങ്ങയ്ക്ക് എല്ലാ ഭാഗത്തും വിലയുണ്ട്. തേങ്ങ നല്ല ഉൽപാദനം എല്ലാ ഭാഗത്തുണ്ട്. പക്ഷെ നമ്മുടെ മേഖല, പ്രത്യേകിച്ച് ചിറ്റൂർ മേഖല, കൊഴിഞ്ഞാമ്പാറ, എരിച്ചമ്പൈ, വടകരപ്പതി, പെരുമാട്ടി ഈ പഞ്ചായത്തുകളിൽ പൊതുവെ ഈ അസുഖം കൂടുതലാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തെങ്ങുകളിലെ രോഗബാധ തുടങ്ങിയിട്ട് എന്നും ഇപ്പോൾ അത് മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് എന്നുമാണ് കർഷകർ പറയുന്നത്. കൃഷിവകുപ്പിനെ ഉൾപ്പെടെ വിവരമറിയിച്ചിട്ടും യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. നിലവിൽ പല കർഷകരും തെങ്ങുകൾ മുറിച്ചു മാറ്റി മറ്റു പല കൃഷികളിലേക്കും കടക്കുകയാണെന്നും കർഷകർ പറയുന്നു. നാളികേരം ധാരാളം ഉൽപ്പാദിപ്പിച്ച സമയത്ത് തേങ്ങയ്ക്ക് ഒട്ടും വില ലഭിച്ചിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ നല്ല വിലയുണ്ട്. പക്ഷേ തോട്ടങ്ങളിലൊന്നും നാളികേരമില്ല. വല്ലാത്ത അവസ്ഥയിലാണ് പാലക്കാട്ടെ നാളികേര കർഷകർ. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.